എനിക്ക് തോന്നുന്നത് ഗൈസ്, പൃഥ്വിരാജ് ഇത് എന്താ പറയാ, പൈസ പടം എന്ന് പറയല്ലോ, കോടികൾ വാങ്ങിയിട്ട് അഭിനയിച്ചു എന്നുള്ള എന്തെങ്കിലും വലിയ ടൈറ്റ് ഉണ്ടാവും. ഈ ജനങ്ങളെ നെഞ്ചിത്തിർക്കേണ്ട വലിയ കാര്യമുണ്ടോ? ഖലീഫ സിനിമ പൊട്ടിച്ചു ദുബായിലെ ഇൻഫ്ലുവൻസേഴ്സ് എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇട്ടിരുന്നു. അവിടെ ഞങ്ങൾ അബുദാബിക്കാരാണ് കുടുങ്ങി. ഞാൻ ആ സിനിമ കണ്ട് 10 പൈസക്കില്ല സിനിമ. 2.5 മണിക്കൂറാണ് അതിൻ്റെ ടൈം പോയത്, വേസ്റ്റ്. 2.5 മണിക്കൂർ എന്തൊട്ടാണ് ഈ പൃഥ്വിരാജ് കാട്ടിക്കൂട്ടിയുള്ളത് എന്നാലോചിക്ക്. ഈ ലാലേട്ടനൊക്കെ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോയിട്ട് ചെയ്യണം. 1 മിനിറ്റ് ഡയലോഗ് ഉള്ളൂ ലാലേട്ടൻ, എന്തുകൊണ്ടാണ് കാട്ടിയുള്ളത്? ഒന്നും മനസ്സിലാവില്ല. പൃഥ്വിരാജ് കുറെ കഥ കേട്ട് നല്ല പടം ചെയ്യുന്ന ആളാണ്. വൈശാഖ് ഈ പോക്കിരാജൊക്കെ കണ്ടിട്ട് നമ്മൾ ആ ഒരു ലെവലിലൊക്കെ പോയി നോക്കിയതാ. വേസ്റ്റ്, മോശം. ഫഹദ് ഫാസിൽ പറഞ്ഞ മാതിരി മോശം പെട്ടുപോയി. എൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൂടെ ഒന്ന് കണ്ടിട്ട് പറയും. ഞാൻ മാത്രമേ ഉള്ളൂ സിനിമ ഗൈസ്. ഖലീഫ, പൃഥ്വിരാജിന്റെ ഖലീഫ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഷഫീർ മാളിലെ തിയേറ്ററിൽ വന്നിരിക്കുന്നു. വർഷം തുടങ്ങി 1 മണിയുടെ ഷോ ആണ്. ടിക്കറ്റ് എടുത്തു, പക്ഷെ ഒരു മനുഷ്യനില്ല ഈ സിനിമ കാണാൻ. ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 1 മണിയുടെ ഷോ ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും ജോലിക്ക് പോയാൽ ജോലി തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സീറ്റിലിരിക്കാനാണ് വേണ്ടിയത്. അപ്പോൾ ഞാൻ ആർമാദിക്കാൻ പോകണം. ഇത് ലൈഫിൽ ആദ്യമായിട്ടാണ്, അതായത് 20ാം റിലീസായ പടം ഒറ്റയ്ക്ക് ഇത് കാണാനൊരു ഭാഗ്യം കിട്ടുന്നതിരിക്കാണ്. ഓക്കെ, ഏത് സീറ്റിൽ ഇരിക്കണമെന്ന് അറിയില്ലല്ലോ. ഏറ്റവും ബാക്കിൽ ഇരിക്കണോ അതും അറിയില്ല. ഏറ്റവും ബാക്കിൽ തന്നെ പോയി ഇരിക്കാന്ന് വിചാരിച്ച്. ഒരു മനുഷ്യല്ല ഗായ്സ്. താങ്ക് യു. ഈ പടം കണ്ടിട്ട് ബാക്കി വിവരങ്ങൾ പറയുന്നതായിരിക്കും. ഞാൻ മാത്രമേ ഉള്ളൂ.